CMA USA പാസ് ഔട്ട് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ സക്സസ് മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഒപ്പം ഉള്ളത് ഇന്ന് മർവ മജീദാണ്. സോ മർവ മജീദിനോട് ചോദിച്ചറിയാം, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കഴിഞ്ഞ ഒരു വർഷം ഇവിടെ CMA പഠിച്ച് ഇപ്പം അത് പാസ് ഔട്ടായിട്ട് അതിൻ്റെ ആ ഒരു സക്സസ് മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, ഞാനെന്ന് പറയുമ്പോൾ തീരെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ്. ആദ്യം സയൻസ്, +2 സയൻസ്, പിന്നെ BSc മാത്സ്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെ CMA US ചൂസ് ചെയ്തു. അൽഹംദുലില്ലാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 2 എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മെയിൻലി ഫാക്കൽറ്റീസിൻ്റെ, അതായത് നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പുതിയ ടേംസാണ്, നമുക്ക് പുതിയ ടേംസ് ആയിരിക്കും കേൾക്കുന്നത്, പക്ഷെ അതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഫ്രീ ആയിട്ട് പഠിക്കുക, ഭയങ്കര എല്ലാവരും കമ്പനിയാണ്, നമുക്കൊരു ടെൻഷനില്ല, നമുക്കിവിടെ വരണതിൽ ടെൻഷനില്ല, അങ്ങനെ ഉഷാറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മർവയുടെ ഈ ഒരു സക്സസ്ഫുൾ ജേണിയിൽ എത്രത്തോളം ഭാഗമാകാൻ പറ്റി? സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിട്ടു, അവരെ ഇഷ്ടത്തിന് അവർ പഠിക്കുക. നമ്മൾ ആവശ്യപ്രകാരമല്ല അവർ USA CMAക്ക് വന്നത്, അവളെ ഇഷ്ടത്തിന് വന്നു, നല്ല പെർഫോമൻസ് ചെയ്തു. ഫസ്റ്റ് ചാൻസിൽ തന്നെ 2 എക്സാമും പാസ്സായി. ലെഡ്ജർ ഗേറ്റിനായിട്ട് നല്ല റിസൾട്ടാണെന്നും കുഴപ്പമില്ല എന്നുള്ള ഇത് വന്നപ്പോൾ അവളെ തന്നെ തിരിച്ചെടുത്തത് ലെഡ്ജർ ഗേറ്റ്. ഹാപ്പിയാണ്, ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി, ഹാപ്പിയാണ്. ആള് നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിരുന്നോ? അത്ര ഹാർഡ് വർക്ക് ചെയ്യില്ല, SLCക്കും +2 അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തില്ല, എന്നാലും അവൾക്ക് കിട്ടി. CMAക്ക് നന്നായിട്ട്